ഹലോ ഫ്രണ്ട്സ്, ഒരു രൂപ ചിലവില്ലാതെ വീട്ടിൽ ഇരുന്നു തന്നെ പണം സമ്പാദിക്കാൻ കഴിയുന്ന ജെനുവിനായ ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടാം. മോംസ് ആൻഡ് വൈഫ്സ് ആപ്ലിക്കേഷൻ എന്നത് സ്ത്രീകൾ, പ്രത്യേകിച്ച് അമ്മമാരും ഭാര്യമാരും അവരുടെ കഴിവുകൾ, സേവനങ്ങൾ, ഉത്പന്നങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുകയും സാമ്പത്തിക അവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഷ്യൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. പ്ലേ സ്റ്റോറിൽ മോംസ് ആൻഡ് വൈഫ്സ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. സൈനപ്പ് ചെയ്യുമ്പോൾ FLO3RR5M എന്ന റെഫറൽ കോഡ് കൊടുക്കുക. അതിൽ കൊടുത്ത ഡീറ്റെയിൽസ് ശരിയായി പൂരിപ്പിക്കുക. ഇപ്പോഴത്തെ ബെസ്റ്റ് വർക്ക് ഫ്രം ഹോം ഓപ്ഷനാണ്. തുടങ്ങാൻ ഒരു രൂപ പോലും ചിലവില്ല. ഓർഡർ വന്നു തുടങ്ങിയാൽ നിങ്ങളുടെ ബിസിനസ് വിജയിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്ത റെഫറൽ കോഡ് യൂസ് ചെയ്യൂ. സ്ത്രീ ആണെങ്കിൽ 250 കോയിൻസ് ഫ്രീ ആയി കിട്ടും. രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും റെഫറൽ കോഡ് ഉണ്ടാകും. നിങ്ങളുടെ റെഫറൽ കോഡ് ഉപയോഗിച്ച് ഒരാളെ ജോയിൻ ചെയ്താൽ 250 ബോണസ് കിട്ടും. 200 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ 10,000 രൂപ വിഡ്രോ ചെയ്യാം. ആപ്ലിക്കേഷൻ തുറന്ന് സ്ക്രോൾ ചെയ്താലും പോയിന്റ് നേടാം. 1,00,000 പോയിന്റ്സ് ആകുമ്പോൾ 10,000 രൂപ ഉറപ്പ്. നമ്മുടെ പ്ലേ സ്റ്റോർ എടുക്കാം. അവിടെ സെർച്ച് ബാറിൽ മോംസ് ആൻഡ് വൈഫ്സ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന്റെ ആപ്പ് വന്നിട്ടുണ്ടാകും. പിന്നെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ കാണിക്കുന്നത്. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ലോഗിൻ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇമെയിൽ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം. അത് മുന്നേ രജിസ്റ്റർ ചെയ്തവർക്കാണ് അങ്ങനെ. നമ്മൾ മെയിൽ ID വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ മെയിൽ IDയുടെ ആവശ്യമില്ല. അപ്പൊ എങ്ങനെ ലോഗിൻ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ കണ്ട യൂസ് ഫോൺ നമ്പർ ടു ലോഗിൻ, അതിൽ ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൺട്രി കോഡ് ഇന്ത്യ ആയതുകൊണ്ട് 91 ആണ്. അപ്പൊ നമ്മുടെ കൺട്രി കോഡ് കൊടുക്കാം. നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ വേണം കൊടുക്കാൻ. ലോഗിൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ ലോഗിൻ. ഇനി നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ പ്രൊഫൈൽ 25% ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എത്രയാണോ പെർസെന്റേജ് അതേ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ആ താഴെ കാണുന്നില്ലേ പ്രൊഫൈല്, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളത് 100% ആക്കി കൊടുക്കണം. ഫസ്റ്റ് ഇതുപോലത്തെ ഒരു പോസ്റ്റും കൂടി ഇടുമ്പോഴാണ് അത് 100% ആവുന്നത്. പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ എന്താണ്, കാര്യങ്ങൾ അതിൽ ചോദിക്കുന്നൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു മൈലാഞ്ചി ആർട്ടിസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന്റെ ചെയ്യുന്ന ആളാണോ, കേക്കിന്റെ ചെയ്യുന്ന ആളാണോ, എന്തെങ്കിലും ഒരു കഴിവുള്ളവർക്കാണ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ അത് സംബന്ധിച്ച ഒരു ഫോട്ടോയും അതിന്റെ ഒരു കാറ്റഗറിയും അതിന് എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റ്, കാര്യം, അങ്ങനെ ഒരു പോസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾക്ക് 100% പ്രൊഫൈൽ കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ ഈ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ സെറ്റിംഗ്സ് എന്നുണ്ടാകും. ഈ പിഗ്ഗി ബാഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഏർണിങ്സ് കിട്ടുന്നത് കാണിക്കും. നിങ്ങൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 250 കോയിൻ അവിടെ ജോയിനിങ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഡെയിലി പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുന്നതിന് 100 കോയിൻ, 150 കോയിനൊക്കെ അത് കിട്ടുന്നുണ്ട്. അങ്ങനെ 1 ലാക്ക് കോയിൻ ആയാലാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ പോസ്റ്റ് ഇട്ടിട്ട് മറ്റുള്ളവർ അതിന് ലൈക്ക് ചെയ്യുമ്പോൾ കോയിൻ കിട്ടുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഇൻവൈറ്റിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ലിങ്ക് ഇതാണ്. മറ്റൊരാളെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് 250 കോയിൻ കിട്ടുന്നുണ്ട്. ഇവിടെ ലിങ്ക് ഷെയർ ചെയ്യാം. ഇവിടെ ഷെയർ എന്ന് കൊടുത്തിട്ട് നമ്മൾ ഷെയർ ചെയ്താൽ മതി. മറ്റുള്ളവർ രജിസ്റ്റർ ചെയ്തത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓരോ 5 പേരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുമ്പോഴും നമുക്ക് ഇവിടെ വ്യൂ പ്രോഗ്രസ് മാപ്പിൽ ഒരു മിസ്റ്ററി ബോക്സ് ഉണ്ടാകും. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിലൂടെയും ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കോയിൻസ് ഏൺ ചെയ്യുന്നത്. അങ്ങനെ 1 ലാക്ക് കോയിൻ ആകുമ്പോഴാണ് നമുക്ക് വിഡ്രോവൽ വരുന്നത്. പിന്നെ ഇവിടെ റാങ്കിങ്, നമുക്ക് ഇവിടെ വീക്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആള്, മന്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആള്, ഗ്ലോബലി ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആളുകളെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ജോബ്സ് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഈ മോംസ് ആൻഡ് വൈഫ്സിൽ തന്നെ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ആണിത്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, ഇപ്പൊ നമുക്കത് ഇഷ്ടപ്പെട്ടു അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ID, ഫോൺ നമ്പർ, കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഒരു റെസ്യൂം കൂടി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജോബിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മോംസ് ആൻഡ് വൈഫ്സിന്റെ കാര്യം. എന്തെങ്കിലുമൊക്കെ കഴിവുള്ള ആളുകൾക്കാണ് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലാത്തവർക്ക് റെഫർ ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഈ ഹോം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേര് പോസ്റ്റ് ഇട്ടത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് മെസ്സേജ് അയക്കാം, വാങ്ങാം. ഇപ്പൊ നമ്മൾ ഇത് വാങ്ങുമ്പോഴാണ് ഇവർക്ക് ഈ കോയിൻ കിട്ടുന്നത്. വാങ്ങണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അവർക്ക് കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. മോംസ് ആൻഡ് വൈഫ്സിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആണെങ്കിൽ അവർക്ക്, അതായത് ഈ ഒരു സപ്പോർട്ടിംഗ് ടീമിന് തന്നെ മെസ്സേജ് അയച്ചാലേ നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആദ്യം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. താഴെയുള്ള ഈ ഒരു സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ മോംസ് ആൻഡ് വൈഫ്സ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഫോളോ, മെസ്സേജ്, കോൺടാക്ട്, അതിൽ ആ മെസ്സേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതാ നമുക്ക് അവരോട് ചാറ്റ് ചെയ്യാൻ ഓപ്ഷനാണ്. ടോട്ടൽ പോയിന്റ് പിഗ്ഗി ബാഗിലേക്ക് ആഡ് ആകുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇഷ്യൂ അവിടെ പറയാം. ഇനി എന്താണോ നിങ്ങളുടെ ഇഷ്യൂ അത് പറയാം കേട്ടോ. അപ്പൊ ഇവ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഇമെയിൽ IDയോ അല്ലെങ്കിൽ യൂസർ നെയിമോ എന്തെങ്കിലും അവർ ചോദിക്കും. ആ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് അയച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, മോംസ് ആൻഡ് വൈഫ്സ് ആപ്പിൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് വേണ്ടി എങ്ങനെ ഒരു പുതിയ അക്കൗണ്ട് കൃത്യമായി രജിസ്റ്റർ ചെയ്തു കൊടുക്കാം എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം.
ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേരും ഫോൺ നമ്പറും ശേഖരിക്കുക. തുടർന്ന് ആ ഫോൺ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഇനി നിങ്ങളുടെ നിലവിലെ അക്കൗണ്ടിൽ നിന്ന് ലോഗൌട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായി നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് ബട്ടൺ തിരഞ്ഞെടുക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ലോഗൌട്ട് ഓപ്ഷൻ കാണാം. ലോഗൌട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പുറത്തുവരിക. പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കുന്നതിനായി ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കൺട്രി കോഡ് മാറ്റുക. സാധാരണയായി ഇത് 971 UAE ആയിരിക്കും. നമ്മുടേത് ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കൺട്രി കോഡ് 91 ആയി മാറും. ഇവിടെ നമ്മൾ നേരത്തെ എടുത്തുവെച്ച ഫോൺ നമ്പർ പേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് നൽകുകയോ ചെയ്യുക. തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച OTP നമ്പർ ഇവിടെ കൃത്യമായി ടൈപ്പ് ചെയ്യുക. തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ അവരുടെ യൂസർ നെയിമും അതോടൊപ്പം ഒരു സെക്കൻഡ് നെയിമും നൽകാനുള്ള ഓപ്ഷൻ വരും. തെറ്റില്ലാതെ അവരുടെ യഥാർത്ഥ പേരും ഇനിഷ്യലും കൊടുക്കുക. ഈ വിവരങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. കാരണം ഇതാണ് അവരുടെ യൂസർ നെയിം. ജെൻഡർ എന്ന ഓപ്ഷനിൽ അവർക്ക് ഫീമെയിൽ എന്ന് തിരഞ്ഞെടുക്കണം. ശ്രദ്ധിക്കുക, ഫീമെയിൽ എന്ന് നൽകിയാൽ മാത്രമേ അവർക്ക് 250 കോയിൻ ജോയിനിംഗ് ബോണസ് ആയി ലഭിക്കുകയുള്ളൂ. കൂടാതെ നമുക്ക് റഫറൽ കോയിനുകളും കിട്ടുകയുള്ളൂ. അതിനുശേഷം പ്രൊമോ കോഡ് നൽകാനുള്ള ഭാഗം വരും. നിങ്ങളുടെ പ്രൊമോ കോഡ് അവിടെ കൃത്യമായി നൽകുക. അവിടെ കാണുന്ന 2 ബോക്സുകളിലും ടിക്ക് മാർക്ക് നൽകുക. തുടർന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ശേഷം അവർക്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്ന് നോക്കാം. ലോഗിൻ പേജിൽ താഴെ കാണുന്ന ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നതിന് മുകളിലായി കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാം. കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്നതിന് പകരം കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ തിരഞ്ഞെടുക്കുക. കൺട്രി കോഡ് മാറ്റി ഇന്ത്യ ആക്കുക. അവരുടെ ഫോൺ നമ്പർ നൽകുക. തുടർന്ന് അവരുടെ ഫോണിലേക്ക് വരുന്ന OTP ഉപയോഗിച്ച് അവർക്ക് സ്വന്തമായി അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. ഇത് ലോഗിൻ ചെയ്യാനുള്ള രീതിയാണ്. നമ്മൾ ആദ്യം ചെയ്തത് രജിസ്റ്റർ ചെയ്യാനുള്ള രീതിയും. ഇതുപോലെ കൂടുതൽ ടിപ്പുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.